നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ന് ദുഃഖവെള്ളി. സ്വർഗത്തിൻ്റെ ഓർമ്മ, കുരിശിൽ സ്നേഹത്തിൻ്റെ ഓർമ്മ ഒക്കെയായി ഇന്ന് ലോകം ദുഃഖവെള്ളി ആചരിക്കുകയാണ്. എന്നാൽ ഇറാന് ദുഃഖവെള്ളി നേർന്നുകൊണ്ട് ദുഃഖവെള്ളി നൽകിയിരിക്കുകയാണ് അമേരിക്ക. ഇറാനിലെ വാണിജ്യ പ്രാധാന്യമുള്ള കൂറ്റൻ പാലം വ്യോമാക്രമണത്തിൽ തകർത്ത അമേരിക്ക. ടെഹ്റാനെ കരാജ് നഗരവുമായി ബന്ധിപ്പിക്കുന്ന ഇറാനിലെ ഏറ്റവും വലിയ പാലമായ B1 ബ്രിഡ്ജാണ് US സൈന്യം തകർത്തിരിക്കുന്നത്. ആക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെട്ടു. 95ഓളം പേർക്ക് പരിക്കേറ്റതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. പാലത്തിന് നേരെ 2 തവണ ആക്രമണങ്ങൾ നടന്നതായി ഇറാൻ സ്റ്റേറ്റ് മീഡിയ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആദ്യത്തെ ആക്രമണത്തിൽ പരിക്കേറ്റവരെ സഹായിക്കാനും രക്ഷാപ്രവർത്തനം നടത്താനുമെത്തിയവർക്കാണ് രണ്ടാമത്തെ ആക്രമണത്തിൽ പരിക്കേറ്റത്. പാലത്തിലൂടെ യാത്ര ചെയ്തിരുന്ന ഇറാൻ സ്വദേശികളും പ്രദേശത്തെ താമസക്കാരുമാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതേസമയം പശ്ചിമേഷ്യൻ മേഖലയിൽ യുദ്ധഭീതി വർദ്ധിച്ചുകൊണ്ടിരിക്കെ ഏത് നിമിഷവും ഒരു കരയുദ്ധം ഉണ്ടായേക്കുമെന്ന സാധ്യത ഏറുകയാണ്. കരയുദ്ധത്തിന് ഇറാൻ അതിവേഗം സജ്ജമാകുന്നതായാണ് റിപ്പോർട്ടുകൾ. ഇത് സംബന്ധിച്ച് ഇറാൻ സൈനിക മേധാവി സേനാംഗങ്ങൾക്ക് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. 3 ആഴ്ച കൂടി ആക്രമണം തുടരുമെന്ന US പ്രസിഡന്റ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഇറാന്റെ ഈ നീക്കം. ശത്രുക്കളുടെ ഓരോ നീക്കങ്ങളും അതീവ ജാഗ്രതയോടെ നിരീക്ഷിക്കണമെന്നും ഏത് സാഹചര്യത്തെയും നേരിടാൻ തയ്യാറെടുക്കണമെന്നും അമീർ ഹാത്മി ആവശ്യപ്പെട്ടു. ഇറാന്റെ മണ്ണിലെത്തുന്ന ഒരൊറ്റ അമേരിക്കൻ സൈനികനും ജീവനോടെ മടങ്ങില്ല എന്നും അമീർ ഹാത്മി കഴിഞ്ഞ ദിവസം വെല്ലുവിളിച്ചിരുന്നു. ഹോർമൂസ് കടലിടുക്കിൽ പിടിമുറുക്കാൻ കൂടുതൽ നടപടികളുമായി ഇറാൻ മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ആക്രമണം ശക്തമായിരിക്കുന്നത്. ഇറാനെ ബോംബിട്ട് ശിലായുഗത്തിലേക്ക് തിരിച്ചയക്കുമെന്ന ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെ ടെഹ്റാനിൽ ആക്രമണം കടുപ്പിച്ച USഉം ഇസ്രയേലും. ടെഹ്റാനിലെ നൂറ്റാണ്ട് പഴക്കമുള്ള മെഡിക്കൽ ഗവേഷണ കേന്ദ്രം, പാലം, സ്റ്റീൽ പ്ലാന്റുകൾ എന്നിവയാണ് ആക്രമണത്തിന് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ആക്രമണങ്ങൾക്ക് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാന്റെ മുന്നറിയിപ്പ് വന്നു കഴിഞ്ഞു. ടെല്ലവീവിൽ ആക്രമണം നടത്തിയെന്നും ഇസ്രായേൽ സൈന്യത്തിന് നാശമുണ്ടായി എന്നും ഇറാൻ അവകാശപ്പെടുന്നു. ശത്രുക്കളുടെ അപമാനകരമായ കീഴടങ്ങൽ വരെ യുദ്ധം തുടരുമെന്ന് ഇറാൻ ആവർത്തിക്കുന്നു. അതിനിടെ US പ്രസിഡന്റ് ട്രംപിന്റെ പ്രസംഗം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപും നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഇസ്രയേലിലും ഗൾഫ് രാജ്യങ്ങളിലും മിസൈൽ ആക്രമണ മുന്നറിയിപ്പായി സൈറണുകൾ മുഴങ്ങി. ടെല്ലവീവിലും ദോഹയിലും ദുബായിലുമാണ് മുന്നറിയിപ്പുകൾ വന്നത്. ഇന്നലെ രാവിലെ ഇസ്രയേലിലേക്ക് തുടർച്ചയായി മിസൈൽ വർഷമാണ് ഇറാൻ നടത്തിയത്. അബുദാബിയിലെ ഖലീഫ തുറമുഖത്തും സൗദിയുടെ കിഴക്കൻ മേഖലയിലും ആക്രമണം ഉണ്ടായി. സൗദി അറേബ്യ, UAE, കുവൈറ്റ്, ജോർദാൻ എന്നീ രാജ്യങ്ങളിലെ പാലങ്ങളും ലക്ഷ്യമിടുമെന്നും ഇറാൻ സേന മുന്നറിയിപ്പ് നൽകി. കരയുദ്ധത്തിന് US തയ്യാറായി എത്തിയാൽ നേരിടാൻ 70 ലക്ഷം ഇറാൻകാർ സജ്ജരാണ് എന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ അറിയിച്ചിട്ടുണ്ട്. സൈന്യത്തിൽ ചേരാൻ ആഹ്വാനം ചെയ്ത വലിയ പ്രചരണം സർക്കാർ കഴിഞ്ഞയാഴ്ചയും ആരംഭിച്ചിരുന്നു. വിരമിച്ച സൈനികരുടെ സേവനവും തേടിയിട്ടുണ്ട്. അർദ്ധ സൈനിക വിഭാഗമായ ബാസിസ് ഫോഴ്സിൽ കുട്ടികളെ ചേർക്കുന്നതായും ആരോപണം ഉയർന്നിട്ടുണ്ട്. ഇറാനിൽ US സേന ഇറങ്ങിയാൽ ഒരൊറ്റ സൈനികനും ജീവനോടെ മടങ്ങിപ്പോവില്ല എന്ന് ഇറാൻ കരസേനാ മേധാവി മേജർ ജനറൽ അമീർ ഹാത്തിമി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതേസമയം ഇറാന് ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലാണ് അമേരിക്കയും ഇസ്രയേലും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് ഈ പാലം എന്ന് പറയുന്നത്. പാലം തകർത്തതോടുകൂടി ഇറാൻ 2ആയി വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വ്യക്തമാകുന്നു. ഭൂപടത്തിൽ നിന്നും ഇറാനെ അപ്രത്യക്ഷമാക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രം മതി എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതേസമയം നിലവിലെ സാഹചര്യത്തിൽ ഇറാനുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇറാൻ കഴിഞ്ഞ ദിവസമായി പ്രഖ്യാപനം നടത്തിയിരുന്നു. ഓരോ അറ്റാക്കിനും അമേരിക്ക നടത്തുന്ന അല്ലെങ്കിൽ അമേരിക്ക വീഴിക്കുന്ന ഓരോ ബോംബിനും ഞങ്ങൾ ഓരോ മൾട്ടി ഇന്റർനാഷണൽ കമ്പനികളെ വിഴുങ്ങുമെന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ ബഹ്റൈനിലെ ആമസോൺ സെന്ററിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. സെന്ററിന് ചില കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകൾ വരികയാണ്. ഇറാന്റെ ഏറ്റവും കരുത്തുള്ള ആയുധങ്ങൾ ഇനിയും പുറത്തെടുത്തിട്ടില്ല എന്നും രാജ്യത്തിന് രഹസ്യ ആയുധ ശേഖരവും ആയുധ ഫാക്ടറിയും ഉണ്ട് എന്നും ഇറാൻ സായുധ സേനാ വക്താവ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ബോംബിട്ട് തകർത്ത കേന്ദ്രങ്ങൾ അപ്രധാനമാണ്. നിങ്ങൾക്കറിയാത്ത, നിങ്ങൾ കണ്ടിട്ടില്ലാത്ത, നിങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയാത്ത കേന്ദ്രങ്ങൾ ഞങ്ങളുടെ ആയുധങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. സേനാ വക്താവിന്റെ വെല്ലുവിളി കൊള്ളാം, പക്ഷേ അത് അമേരിക്കയോടാണ് എന്ന് ഓർക്കുക നല്ലതായിരിക്കുമെന്നാണ് അമേരിക്കൻ വക്താക്കൾ പറയുന്നത്. അതിനിടെ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഊർജ്ജ വിതരണം പുനരാരംഭിക്കാനുള്ള വഴികൾ തേടി നിരവധി രാജ്യങ്ങൾ രംഗത്തെത്തി. ഇറാനെതിരെ കൂടുതൽ ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് US പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിച്ചതോടുകൂടി എണ്ണവില വീണ്ടും ഉയർന്നു.
ഹോർമോസ് കടലിടുക്കിലെ വാണിജ്യ കപ്പലുകളുടെ ഗതാഗതം സുരക്ഷിതമാക്കാൻ ലക്ഷ്യമിട്ട് ബഹ്റൈൻ അവതരിപ്പിച്ച പ്രമേയം UN രക്ഷാസമിതി ഇന്ന് വോട്ടിനിട്ടു. കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ പ്രതിരോധ മാർഗങ്ങളും പ്രയോഗിക്കാൻ അംഗരാജ്യങ്ങൾക്ക് അനുമതി നൽകുന്നതാണ് പ്രമേയത്തിലെ പ്രധാന വ്യവസ്ഥ. ഗൾഫ് രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും ശക്തമായ പിന്തുണയോടുകൂടിയാണ് ബഹ്റൈൻ പ്രമേയം കൊണ്ടുവന്നത്. എന്നാൽ സൈനിക നടപടികൾക്ക് അനുമതി നൽകുന്നതിനെ ചൈന ശക്തമായി എതിർത്തു. റഷ്യയും ഫ്രാൻസും പ്രമേയത്തിൽ വ്യവസ്ഥകളിലെ എതിർപ്പ് രേഖപ്പെടുത്തിയതോടുകൂടിയാണ് അന്തിമ തീരുമാനത്തിനായി വോട്ടെടുപ്പ് വേണ്ടി വന്നത്. ഹോർമോസ് തുറക്കാൻ ഐക്യരാഷ്ട്രസഭയിൽ പ്രമേയം മുന്നോട്ട് വെച്ച ബഹ്റൈൻ സുരക്ഷിതമായി കടന്നുപോകാനുള്ള സുരക്ഷാ മുൻകരുതൽ എടുക്കാൻ ഓരോ രാജ്യത്തിനും അവകാശമുണ്ട് എന്നും ഇത് ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര നിയമ പിന്തുണ വേണമെന്നും ആവശ്യം ഉന്നയിച്ചു. GCC പിന്തുണയോടുകൂടിയാണ് ബഹ്റൈൻ നീക്കം. അതേസമയം ദുബായിൽ ഒറാങ്കിൾ ഡേറ്റ സെന്റർ ആക്രമിച്ചെന്ന വാർത്തകൾ തള്ളി അധികൃതർ രംഗത്തെത്തി. IRGCയെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ ദുബായ് മീഡിയ ഓഫീസ് നിഷേധിച്ചു. അതേസമയം സുരക്ഷ കണക്കിലെടുത്ത് ദുബായിലെ പള്ളികളിൽ വിശുദ്ധവാരം പ്രാർത്ഥനകൾ ഉണ്ടാവില്ല. കുർബാനകളും ഒഴിവാക്കിയിരിക്കുകയാണ്. ഇനിയൊരു അറിയിപ്പ് വരുന്നതുവരെ നിയന്ത്രണം തുടരും. ചില പള്ളികളിൽ ശുശ്രൂഷകൾ ഓൺലൈൻ ആക്കിയിട്ടുണ്ട്. എന്തായാലും ദുഃഖവെള്ളി ഇപ്പോൾ ഇറാന്റെ തലയ്ക്ക് മുകളിൽ അമേരിക്ക ആഘോഷിക്കുകയാണ്.